നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു പുതിയ വർഷം തുടങ്ങി. അപ്പോൾ ഈ വർഷത്തെ പൊതുവായിട്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണ് ചിത്ര നക്ഷത്രക്കാരുടെ ഇതെന്ന് പരിശോധിച്ച് നോക്കാം. ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന കന്നിക്കൂറിലും ശേഷം 30 നാഴിക വരുന്നത് തുലാക്കൂറിലുമാണ്. അപ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 10ാം ഭാവത്തിലാണ് ഇപ്പോൾ വ്യാഴം സഞ്ചരിക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ കുറച്ച് വ്യാഴപ്പഴമുണ്ട്. കർമ്മസംബന്ധമായിട്ട് കുറച്ച് മത്സരങ്ങളൊക്കെ അഭിമുഖീകരിക്കാനായിട്ട് ഈ വർഷത്തിൽ യോഗമുണ്ട്. അതുമാത്രമല്ല 10ാം ഭാവത്തിൽ വ്യാഴം അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നത് പോലെ തന്നെ കണ്ടകശനിയുടെ ദോഷമുണ്ട്. അപ്പോൾ കണ്ടകശനിയുടെ ദോഷമുള്ളത് കാരണം കൊണ്ട് നല്ല ഉത്സാഹത്തോടു കൂടി എന്ത് പ്രവൃത്തി എടുത്താലും ആ പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന പ്രതിഫലം കിട്ടാതെ ഇരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ദാമ്പത്യ ദുരിതം പോലെയുള്ള പ്രശ്നങ്ങൾ, ദാമ്പത്യ തടസ്സങ്ങൾ ഉണ്ടാകുക, കാമുകന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക, ഇങ്ങനെയുള്ള രീതിയിൽ മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാകുന്ന അവസ്ഥയും കാണുന്നുണ്ട്. ശത്രുസ്ഥാനത്ത് രാഹുവാണ്. ശത്രുസ്ഥാനാധിപതി ബാധാസ്ഥാനത്താണ്. അപ്പോൾ ശത്രുദോഷത്തിൻ്റെതായിരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾക്കൊക്കെ തടസ്സം വരാനുള്ള സാധ്യതയാണ് ജൂൺ മാസം വരെയുള്ളത്. ജൂൺ മാസം കഴിഞ്ഞാൽ വ്യാഴം സർവാഭിഷ്ട സ്ഥാനത്തേക്ക് മാറുന്നതുകൊണ്ട് അതിനുശേഷം ഇങ്ങോട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ദൈവാധീനം വർദ്ധിക്കുന്നതുകൊണ്ട് അനുഭവിക്കാനായിട്ടുള്ള യോഗമുണ്ട്. അപ്പോൾ സർവാഭിഷ്ട സ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നത് ഒക്ടോബർ 30 വരെയാണ് ഏകദേശം. അപ്പോൾ ഒക്ടോബർ 30 വരെയുള്ള സമയത്ത് ദൈവാധീനം നല്ല രീതിയിൽ ഉണ്ടാകുകയും വ്യാഴം ഇഷ്ടസ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുന്ന കാരണം തൊഴിലിൽ നല്ല അഭിവൃദ്ധി ഉയർച്ചയുണ്ടാകാൻ യോഗമുണ്ട്. അതുപോലെ തന്നെയാണ് ലഗ്നാധിപതിക്ക് നീചാവസ്ഥയാണ് വന്നിരിക്കുന്നത്. നീചാവസ്ഥ വന്നിട്ട് നിൽക്കുന്നതെന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണമുണ്ട് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ വിദേശത്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശയാത്രയ്ക്കൊക്കെ യോഗമുള്ള സമയമാണ്. പക്ഷേ ദൈവാധീനം ഉണ്ടാകണം, ശത്രുദോഷ പരിഹാരം വരണം, വിഷ്ണു ക്ഷേത്ര നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാട് ചെയ്യുകയും അതുപോലെ തന്നെ നീരാഞ്ജനം വഴിപാട് അയ്യപ്പ ക്ഷേത്രത്തിൽ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുകൂലമായ രീതിയിൽ ഈ വർഷത്തിൽ നടക്കുന്നതാണ്. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴികയിൽ ജനിച്ചവർക്ക് തുലാക്കൂറാണ്. തുലാക്കൂറുകാർക്ക് ഇപ്പോൾ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം 9ാം ഭാവത്തിൽ നിൽക്കുകയും ശനി ഇഷ്ടസ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുന്ന കാരണം കൊണ്ട് ഏറ്റവും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുള്ള ഒരു സമയമാണ്. അപ്പോൾ ഈ വർഷത്തിൽ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള അഭിവൃദ്ധി ഉയർച്ച ഉണ്ടാകും. വളരെ കാൽക്കുലേഷനോടുകൂടി മുന്നോട്ട് പോയെന്നാൽ നല്ല രീതിയിൽ സാമ്പത്തികമായ നേട്ടങ്ങളും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകുന്ന ഒരു വർഷമാണ്. എന്നാൽ പോലും ജൂൺ മാസം വരെയാണ് ഏറ്റവും കൂടുതൽ അനുകൂലമായിരിക്കുന്ന സമയം. അതിനുശേഷം 10ാം ഭാവത്തിലേക്ക് വ്യാഴം മാറി കഴിയുമ്പോൾ കർമ്മസംബന്ധമായിട്ട് കുറച്ച് പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാലും എല്ലാ ഗ്രഹങ്ങളും ഏകദേശം ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നത് കാരണമുണ്ട് അനുകൂലമായിട്ടുള്ള ഗുണഫലങ്ങൾ തന്നെയാണ് കൂടുതലായിട്ടും പ്രതീക്ഷിക്കാവുന്നത്. മാത്രമല്ല ഒക്ടോബർ മാസം മുതൽ വീണ്ടും സർവാഭിഷ്ട സ്ഥാനത്തേക്ക് വ്യാഴം വരുന്നത് കാരണമുണ്ട് അതിനുശേഷം ചെയ്യുന്ന പ്രവൃത്തിക്കും തക്കതായിരിക്കുന്ന അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. അപ്പോൾ ഈ ജൂൺ മാസം വരെയുള്ള സമയം മുതൽ കുറച്ച് വ്യാഴപ്പഴമുള്ള ഇടക്കാലത്തുള്ള സമയമുണ്ട്. ആ സമയം ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മതി. അതിനു വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ക്ഷേത്രത്തിൽ, വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന ചെയ്യുക, നാഗപൂജ ചെയ്യുക. ആവശ്യമില്ലാത്ത ടെൻഷനും മാനസിക പിരിമുറുക്കമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും അതേപോലെ തന്നെ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ലാഭം കിട്ടിയില്ല എന്നുള്ള തോന്നലൊക്കെ ചില സമയത്ത് ഉണ്ടാകാം. അപ്പം നാഗപൂജ ചെയ്യണം. അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം, ശിവക്ഷേത്രത്തിൽ അഘോര പുഷ്പാഞ്ജലി, നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ അനുകൂല ഗുണങ്ങൾ ഈ വർഷത്തിൽ അനുഭവിക്കാൻ യോഗം കാണും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.